എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 91ാമത്തെ പേജാണ്. 91ാമത്തെ പേജിൽ നമ്മളിങ്ങനെ കാണുന്നു. 91ാമത്തെ പേജിൻ്റെ തുടക്കത്തിൽ ഐഡൻറ്റിഫൈ ദ മീൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ഓർഗാനിസംസ് ഷോൺ ഇൻ ദ ഇലിസ്ട്രേഷൻ 4.3 ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിത്രീകരണം 4.3 നൽകിയിരിക്കുന്ന ജീവികളുടെ ചലനോപാധികൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ചിത്രീകരണത്തിൻ്റെ പൂർത്തിയാക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ മീൻസ് ഓഫ് മൂവ്മെൻറ്റ്, അതായത് മീൻസ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലനോപാധികൾ എന്താണ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചറിയുക. ഏതിൻ്റെ? ഓഫ് ദ ഓർഗാനിസംസ്, ആ ജീവജാലങ്ങളുടെ. ഷോൺ ഇൻ ദ ഇലിസ്ട്രേഷൻ, അതായത് ചിത്രീകരണം 4.3 കാണിച്ചിരിക്കുന്ന ജീവജാലങ്ങളുടെ ചലനോപാധികളെ തിരിച്ചറിഞ്ഞ് നമ്മളോട് ആ ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് പൂർത്തിയാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 23ാമത്തെ ചോദ്യം ഒരു ചോദ്യമായിട്ട് ഞാനതങ്ങ് എഴുതുവാണ്. വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് പാരാമീസിയം? എന്താണ് പാരാമീസിയത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നത്? അവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ തന്നതുകൊണ്ട് ഞാനതൊരു ചോദ്യ രൂപത്തിലാക്കിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് പാരാമീസിയം? സീലിയ പ്ലേസ് എ കീ റോൾ ഇൻ പാരാമീസിയം ഫോർ മൂവ്മെൻറ്റ്സ്. അതായത് സീലിയ എന്ന് പറയുന്ന ശരീരഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് പാരാമീസിയത്തിൻ്റെ ചലനത്തിന്. 22ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് യുഗ്ലീന? എന്താണ് നമ്മളോട് യുഗ്ലീനയുടെ ചലനത്തിനായിട്ട് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം, ടു ഫീച്ചേഴ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ യുഗ്ലീന ആർ. അതായത് രണ്ട് ഫീച്ചേഴ്സാണ്, രണ്ട് കാര്യങ്ങളാണ് യുഗ്ലീനയുടെ ചലനത്തിനായിട്ട് സഹായിക്കുന്നത്. ഏതെല്ലാമാണവ? ഒന്ന് ഫ്ലജല്ല ആൻഡ് ഐസ്പോട്ട്. ഒന്ന് ഫ്ലജല്ലയും രണ്ടാമതായിട്ട് ഐസ്പോട്ടുമാണ് യുഗ്ലീനയുടെ ചലനത്തിനെ സഹായിക്കുന്നത്. 25ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഫിഷ്? എന്താണ് ഒരു മത്സ്യത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത്? ഫിൻസ് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഫിഷ്. അതായത് ആ മത്സ്യത്തിൻ്റെ ചിറകുകളും വാലുകളുമായിട്ടുള്ള ചിറകുകളാണ് എന്ത് ചെയ്യുന്നത്? അവയുടെ ചലനത്തെ സഹായിക്കുന്നത്. 26ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഫ്രോഗ്? എന്താണ് തവളയുടെ ചലനത്തെ സഹായിക്കുന്നത്? ഫ്രോഗ്സ് ബാക്ക് ലെഗ്സ്, അതായത് തവളയുടെ പിറകിലുള്ള കാലുകളാണ് അവയുടെ ചലനത്തെ സഹായിക്കുക. ഗീവ്സ് ദ മോഷൻ. 27ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് വെയിൽസ്? എന്താണ് ഒരു വെയിൽസിൻ്റെ അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ ചലനത്തിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെയിൽസ് മൂവിങ് പവർ കംസ് ഫ്രം ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് ബോഡി. അവയുടെ ശരീരത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇറ്റ്സ് ടെയിൽ ഫ്ലക്സ് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ അവയുടെ ആ വാലുകളുടെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ടെയിലിൻ്റെ അവിടെ എന്താ എഴുതുക? ടെയിൽ എന്നുള്ളത് എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആർക്കെങ്കിലും ഈ ഗൈഡിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി 28ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബേർഡ്? എന്താണ് ഒരു പക്ഷിയുടെ ചലനത്തെ സഹായിക്കുന്നത്? ബേർഡ്സ് വിങ്സ് ഫ്ലാപ്പ് വിത്ത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഫോർ ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്. അതായത് ബേർഡ്സ് വിങ്സ് എന്ന് വെച്ചാൽ ചിറകുകൾ, ഫ്ലാപ്സ് അതായത് അടിക്കുന്നു. എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കും. എന്തിനു വേണ്ടിയിട്ട്? അവയുടെ ചലനത്തെ സഹായിക്കുന്നു. ഇനി നമ്മളോട് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്പാൻഡ് ടേബിൾ 4.1. നിങ്ങൾക്ക് കാണാം ആ ഇലിസ്ട്രേഷൻ 4.3 കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ 91ാമത്തെ പേജിൽ ഒരു ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ടേബിള് നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് തന്നെ വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമ്മളോട് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും തരാം. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ വരാം. അത് കാരണം കൊണ്ട് നിങ്ങളൊന്ന് നോക്കുക. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിലാണ്. ബാക്ടീരിയയുടെ ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? ഫ്ലജല്ലയാണ്. അമീബയുടെ ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? സ്യൂഡോപോഡിയയാണ്. ഹൈഡ്രയുടെ ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? ബാസൽ ഗ്ലൈഡിംഗ് ആണ്. പാരാമീസിയത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? സീലിയയാണ്.
ബേഡ്സിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് അവയുടെ വിങ്സ് ആണ്. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്ന എന്താണ്? അവയുടെ ഫിൻസ് ആണ്. ഫ്രോഗിൻ്റെ ചലനത്തെ സഹായിക്കുന്ന എന്താണ്? അവയുടെ ബാക്ക് ലെഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും അവർ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 92ാമത്തെ പേജിലാണ്. ഇലിസ്ട്രേഷൻ 4.4 മൂവ്മെൻറ്റ്സ് ആൻഡ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്. അതായത് നമ്മൾ നേരെ 92ാമത്തെ പേജിലേക്ക് വന്നു. ഓക്കെ, അവിടെ എന്താണ്? ഈ കുറച്ച് ഇൻഫർമേഷനുകളാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓക്കെ, വാട്ട് ആർ ദ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ്? ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, എന്തെല്ലാമാണ് മനുഷ്യനിലുള്ള ശരീരത്തിൻ്റെ ചലനങ്ങൾ? ഓക്കെ, ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. ബോഡി മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് ആർ, അതായത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആണ് ഒന്നാമത്തെ ചലനം. രണ്ടാമതായിട്ട് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ്, രണ്ടാമത്തെ ചലനം സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ആണ്. മൂന്നാമതായിട്ട് ഫ്ലജുലർ മൂവ്മെൻറ്റ്സ്. നാലാമതായിട്ട് സീലിയറി മൂവ്മെൻറ്റ്സ്. അഞ്ചാമതായിട്ട് മസ്കുലർ മൂവ്മെൻറ്റ്സ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യനിൽ എത്ര ചലനങ്ങളാണുള്ളത്? 4 ചലനങ്ങളാണുള്ളത്. ഈ 4 ചലനങ്ങൾ ഒരു മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ട് എന്നാൽ നിങ്ങൾ എഴുതുക. മനുഷ്യൻ ബോഡി, ദ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് ആർ, മനുഷ്യനിലുള്ള ചലനങ്ങൾ സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്, സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്, ഫ്ലജുലർ മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ്, മസ്കുലർ മൂവ്മെൻറ്റ്സ്. ഇനി നമുക്കപ്പോൾ അടുത്തത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മൾ ആ സംശയത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ 5 മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഓരോന്നും എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഇലിസ്ട്രേഷൻ 4.4 ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് എന്നുള്ളതിന് നമ്മൾ 5 ഉത്തരങ്ങൾ കണ്ടെത്തി. ഇനി അതിലെ ഓരോ ഉത്തരത്തെയും നമ്മൾ വിശദീകരിച്ചെടുക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്? എന്താണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ? സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഈസ് ദ ഫ്ലോ ഓർ മൂവ്മെൻറ്റ്സ് ഓഫ് സൈറ്റോപ്ലാസം വിത്തിൻ ദ സെൽ ടു ട്രാൻസ്പോർട്ട് and deliver metabolics, nutrients and some cell organelle to other parts within the cell. Cytoplasmic streaming movements helps to distribute substance through the cytoplasm. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 2 കാര്യങ്ങളാണ് സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഈസ് ദ ഫ്ലോ ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് സൈറ്റോപ്ലാസം. അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കാണ്. വിത്തിൻ ദ സെൽ, അത് സെല്ലിൻ്റെ അകത്താണ്, വിത്തിൻ ദ സെൽ. ടു ട്രാൻസ്പോർട്ട് ആൻഡ് ഡെലിവർ മെറ്റാബോലൈറ്റ്സ്, അതായത് ട്രാൻസ്പോർട്ട്, അതായത് കൊണ്ടുപോകുവാനും കൊടുക്കുന്നതിനും വേണ്ടി എന്താണ് മെറ്റാബോലൈറ്റ്സ്, അതായത് ജീവൽ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏതെല്ലാമാണ്? ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ സം സെൽ ഓർഗനൽസ്, സെല്ലിൻ്റെ ഭാഗങ്ങളും, ടു അതർ പാർട്സ് വിത്തിൻ ദ സെൽ, സെല്ലിൻ്റെ അകത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് നിന്നും ആ സെല്ലിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ന്യൂട്രിയൻസും മെറ്റാബോളിക് സബ്സ്റ്റൻസസും ഒക്കെ കൊണ്ടുപോകുന്നതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ സൈറ്റോപ്ലാസം ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് സൈറ്റോപ്ലാസ്മിക് സ്ട്രീംസ് മൂവ്മെൻറ്റ്സ് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. ഇത് പദാർത്ഥങ്ങളെ സൈറ്റോപ്ലാസത്തിനകത്ത് മൊത്തമായിട്ട് കൊടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ്. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് happens when cell extends temporarily projection of membrane and then flows its cellular contents to fill the extension. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സെല്ലിൻ്റെ ഒരു ഭാഗം ഒരു സ്ഥലത്തേക്ക് അല്പം നീട്ടുന്നു. അത് കഴിഞ്ഞേച്ച് ആ നീട്ടിയ ഭാഗത്തേക്ക് സെല്ലിനകത്തുള്ള പദാർത്ഥങ്ങളെല്ലാം കയറ്റി വയ്ക്കുന്നു. ഓക്കെ,
അങ്ങനെ പദാർത്ഥം കയറ്റി വയ്ക്കുമ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് ആ സെൽ എത്തിച്ചേരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് ഹാപ്പൻസ് വെൻ സെൽ എക്സ്റ്റെൻഡ്സ് ടെമ്പററി പ്രൊജക്ഷൻ, അതായത് എന്നേക്കുമുള്ള പ്രൊജക്ഷനുകളല്ല, ചെറിയ പ്രൊജക്ഷനുകൾ ഒരു സ്ഥലത്തേക്ക്, മെംബ്രൈൻ, ആൻഡ് ദെൻ ഫിൽസ് ഇറ്റ് സെല്ലുലർ കണ്ടന്റ്, എന്നിട്ട് ആ സെല്ലിനകത്തുള്ള കണ്ടന്റ് സാധനങ്ങളെല്ലാം ആ പ്രൊജക്ഷനിലേക്ക് ഫില്ല് ചെയ്യുന്നു, എക്സ്റ്റൻഷൻ. അങ്ങനെ സെല്ല് അതിൻ്റെ സ്ഥാനചലനം വരുത്തുന്നു. സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് ഇൻ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ്. അതായത് സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സിന് ഈ പറയുന്നത് പോലെ വൈറ്റ് സെല്ലിൽ ഒരു മൂവ്മെന്റ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 32ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫ്ലാജിലർ മൂവ്മെന്റ്? എന്താണ് ഫ്ലാജിലർ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാജിലർ മൂവ്മെന്റ് എന്താണെന്ന് ചോദിക്കുക. എ ഫ്ലാജിയം ഈസ് എ ലോങ് സ്ലെൻഡർ വിപ്പ് ലൈക്ക് സെല്ലുലർ സ്ട്രക്ചർ, അതായത് ഒരു ചാട്ട പോലെയുള്ള നീണ്ട ഒരു സെല്ലിൻ്റെ ഭാഗമാണ് എന്ത് പറയുന്നത്, ഫ്ലാജെല്ലും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ജനറലി ഫോർ ലോക്കോമോഷൻ. ഇത് എന്തിനാണ്? ചലനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രൊപ്പല്ലർ ദാറ്റ് സ്പിൻസ് ആൻഡ് പുഷസ് ദ സെൽ ഫോർവേഡ്. ഇത് ഒരു പ്രൊപ്പല്ലർ പോലെ, അതായത് ഒരു ഈ കപ്പലിനെയൊക്കെ തള്ളിക്കൊണ്ടു പോകാനായിട്ട് അതിൻ്റെ അടിയിൽ നിന്നും എഞ്ചിനിൽ നിന്നും വെള്ളത്തിലേക്ക് വെക്കുന്ന സാധനത്തിനാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. ആ പ്രൊപ്പല്ലർ ഇങ്ങനെ കറങ്ങുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് കപ്പൽ മുൻപോട്ട് പോകുന്നത്. അതുപോലെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സാധനം ഒരു പ്രൊപ്പല്ലർ പോലെ വറക്കുന്നു, അലാവിങ് ടു ഗോ വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. എ ഫ്ലജോല്ലം ഈസ് ആൻ അപ്പൻഡിക്കുലർ ദാൻ എ സീലിയം ആൻഡ് എ സ്പെഷ്യലൈസ്ഡ് ഫോർ ലോക്കോമോഷൻ. ഇവ രണ്ടും എന്താണ്? രണ്ടും ഒരു ചലനത്തിനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കാണേണ്ടത് എന്താണ്? ഇൻ ഹ്യൂമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യരിൽ എന്താണ് കാണുന്നത്? സ്പേം ഈസ് ദ ഓൺലി ഫ്ലാജിലേറ്റഡ് സെൽ ദാറ്റ് മസ്റ്റ് പ്രൊപ്പൽ ദംസെൽസ് ടുവേർഡ്സ് ഫീമെയിൽ എഗ്. അപ്പം മനുഷ്യനിൽ ആകെ സ്പേമാണ് എന്തായിട്ട് കാണുന്നത്? ഒരു പ്രൊപ്പല്ലർ മൂവ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഫ്ലാജിലേറ്റർ ആയിട്ട് പോകുന്നത്. എന്തിന്? ഫീമെയിൽ എഗ്ഗിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫ്ലാജിലർ മൂവ്മെൻറ്റ് ഇൻ ഹ്യൂമനിൽ കാണപ്പെടുന്നത് എവിടെയാണ്? സ്പേമിലാണ്. അതെന്തിനു വേണ്ടിയാണ്? ഫെർട്ടിലൈസേഷന് എഗ്ഗിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി നമുക്കുള്ളത് വേറെ രണ്ട് സീലിയറി മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ മസ്കുലർ മൂവ്മെൻറ്റുകളുമാണുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.